നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മാജിക് മഷ്റൂംസിന്റെ പാർട്ട് നമ്പർ 8 സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പെർമിറ്റ് ടു വർക്ക് സിസ്റ്റത്തിനെ കുറിച്ചാണ്. PTW അഥവാ പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം. പെർമിറ്റ് എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏകദേശം ഏത് ഒരു വർക്ക് ചെയ്യുന്നതിനും നമ്മുടെ സൈറ്റിലേക്ക് ആവശ്യമുള്ള, അതിപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡായാലും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡായാലും ഇൻഡസ്ട്രിയൽ ഫീൽഡായാലും ഏതൊരു വർക്ക്, ഏത് കോൾഡ് വർക്കായാലും ഹോട്ട് വർക്കായാലും റേഡിയോഗ്രാഫി ആയാലും ഏത് വർക്ക് ചെയ്യുന്നതിനും അതിന് മുന്നോടിയായിട്ട് കൈപ്പറ്റിയിരിക്കേണ്ട ഒരു അനുവാദ പത്രമാണ് പെർമിറ്റ് എന്ന് പറയുന്നത്. പെർമിറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് perform a special task within a special area or in a specified area with a specified working crew within a specified time എന്ന് പറയാം. ഒരു പ്രത്യേക സമയപരിധിക്കുള്ളിൽ തന്നെ, അനുവദിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ അനുവദിച്ചിട്ടുള്ള ജോബ് മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർക്ക് ചെയ്തു തീർക്കുന്നതിന് നൽകുന്ന അധികാരപത്രം. ആരിൽ നിന്നുള്ള അധികാരപത്രം? ഫ്രം ദി അതോറിറ്റീസ് ഓഫ് ദി ഏരിയ അതോറിറ്റീസിന്റെ. ഇപ്പോൾ പ്ലാന്റ് എങ്കിൽ പ്ലാന്റ്, അതല്ല മറ്റു വർക്കുകളെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഏരിയ അതോറിറ്റീസ് നൽകുന്ന അനുവാദ പത്രമാണ് പെർമിറ്റ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഈ പെർമിറ്റ് ഇല്ലാതെ നമുക്ക് യാതൊരുവിധ വർക്ക്, എത്ര ചെറിയ വർക്കാണെങ്കിൽ പോലും, ഈവൻ ഫോർ ചേഞ്ചിങ് എ ബൾബ്, ഫ്യൂസ്ഡ് ബൾബ് ഓൾസോ നമ്മൾ പെർമിറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും എക്സ്ക്യൂസും അതിൽ അനുവദിക്കുന്നതല്ല. ഏതൊരു വർക്കിനും പെർമിറ്റ് നിർബന്ധമായിട്ട് കൈപ്പറ്റിയിരിക്കണം. അതിനായിട്ട് പെർമിറ്റ് റിസീവറുണ്ട്. ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിന് നമുക്ക് പെർമിറ്റ് കോർഡിനേറ്റർ കാണും, പെർമിറ്റ് റിസീവർ കാണും, പെർമിറ്റ് ഹോൾഡർ എന്നും പറഞ്ഞ് ചിലപ്പോൾ കാണും. അല്ലെങ്കിൽ പെർമിറ്റ് ഹോൾഡറുടെ റോള് ചെയ്യുന്നത് വർക്ക് സൈറ്റ് സൂപ്പർവൈസർ തന്നെയായിരിക്കും. അപ്പോൾ അന്നത്തെ വർക്ക് എന്താണോ ആ വർക്കിനെ പെർമിറ്റിൽ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ട് രാവിലെ പെർമിറ്റ് അതോറിറ്റിയുടെ മുൻപിൽ നമ്മൾ പെർമിറ്റിന് അപേക്ഷ നൽകുന്നു. പെർമിറ്റ് അതോറിറ്റി ആ അപേക്ഷ പഠിച്ചിട്ട് അതിനകത്ത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വർക്ക് ചെയ്യാവുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ഷിഫ്റ്റ്, അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാവുന്നതാണെങ്കിൽ അങ്ങനെ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ നൽകുന്ന ഒരു അനുവാദ പത്രമാണ് ആൻ ഓതറൈസേഷൻ ലെറ്റർ ഫ്രം ദി ഏരിയ അതോറിറ്റീസ് ഈസ് നോൺ ആസ് ദി പെർമിറ്റ് ടു വർക്ക് സിസ്റ്റം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. ഇതാണ് പെർമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണഗതിയിൽ ചെയ്യുന്നത് പെർമിറ്റ് ഹോൾഡറാണ്. പെർമിറ്റ് വഹിക്കേണ്ടത് ഒട്ടുമിക്കയിടത്തും പെർമിറ്റ് ഹോൾഡർ കാർഡ് ഈ വർക്ക് സൈറ്റ് സൂപ്പർവൈസർ ആ കാർഡ് കൈപ്പറ്റിയിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്ക് തന്നെ അപ്പോൾ ഈ വർക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ 3 തരം പെർമിറ്റാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. അത് ബേസ്ഡ് ഓൺ വേരി ഇൻ ബൈ ദ നേച്ചർ ഓഫ് വർക്ക് ഓർ ബൈ ദ ഏരിയാസ് ഓഫ് വർക്ക്. ചിലയിടത്ത് 5 തരം പെർമിറ്റ് ഉണ്ട്, ചിലയിടത്ത് 7 തരം പെർമിറ്റ് ഉണ്ട്. പക്ഷേ ഇന്റർനാഷണൽ റാങ്കിങ്ങിൽ 3 തരം പെർമിറ്റേ ഉള്ളൂ: ഹോട്ട് വർക്ക് പെർമിറ്റ്, കോൾഡ് വർക്ക് പെർമിറ്റ് ആൻഡ് റേഡിയോഗ്രാഫി പെർമിറ്റ്. ഇതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ നിയമപ്രകാരമുള്ള പെർമിറ്റുകൾ. ബാക്കിയെല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് വരുന്ന ഇലക്ട്രിക്കൽ പെർമിറ്റ് ആവട്ടെ, വർക്ക് ഹൈറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഡീപ്പ് എക്സ്കവേഷൻ ആവട്ടെ, ഏത് തരം വർക്ക്, ഇപ്പോൾ കൺഫൈൻ സ്പേസ് എൻട്രി ആവട്ടെ, ഇതെല്ലാം ഈ 3 ബേസിക് ആയിട്ടുള്ള വർക്കിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഇപ്പോൾ ഹോട്ട് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഏതൊരു ജോബ്, എനി ജോബ് വിച്ച് ഹാവ് എ പൊട്ടൻഷ്യാലിറ്റി ഓർ എ സോഴ്സ് ഓഫ് ഇഗ്നിഷൻ, പൊട്ടൻഷ്യാലിറ്റി ഫോർ എ സോഴ്സ് ഓഫ് ഇഗ്നിഷൻ ലൈക്ക് എ സ്പാർക്ക് ഓർ ഫ്ലെയിം ഓർ എക്സസീവ് ഹീറ്റ്, ചൂട് അല്ലെങ്കിൽ തീപ്പൊരി, അതല്ലെങ്കിൽ ഒരു തീനാളം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏതൊരു ജോലിയും ഹോട്ട് വർക്കിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വർക്കിൽ, നമ്മൾ ദൈനംദിന വർക്കുകളിൽ 90% ഹോട്ട് വർക്ക് തന്നെന്ന് പറയാം. 90%.
വെറും 8% മാത്രമേ കോൾഡ് വർക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ കോൾഡ് വർക്ക് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പാരൻ്റ്ലി ദർ ഈസ് നോ ചാൻസസ് ഓഫ് ഹീറ്റ് ഓർ ഫ്ലെയിം ഓർ സ്പാർക്ക് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൈകൊണ്ട് ചെയ്യുന്ന ഇപ്പോൾ പെയിന്റിങ്, ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്ന പെയിന്റിങ്, അതല്ലെങ്കിൽ ചെറിയ ഹാൻഡ് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകൾ, കോൾഡ് കട്ടിങ്ങിൽ തന്നെ ചെറുതായിട്ടുള്ള കോൾഡ് കട്ടിങ്, യാതൊരുവിധ മെഷീൻസോ എക്യുപ്മെന്റ്സോ മെറ്റീരിയൽസോ യൂസ് ചെയ്യാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പെട്രോളിന്റെ എന്തെങ്കിലും ഒരു കംപ്രസറാണ് പെയിന്റിങ്ങിന് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നുണ്ട്. അതല്ല ഡീസലാണ് ഉപയോഗിക്കുന്നെങ്കിൽ അതിൽ തന്നെ സ്പാർക്ക് വരാനുള്ള സാധ്യതയുണ്ട് സൈലൻസറിലൂടെ. അപ്പോൾ അതിന് സ്പാർക്ക് അറസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഫോട്ടോ വർക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒട്ടുമിക്ക വർക്കും ഫോട്ടോ വർക്ക് തന്നെയാണ്. 90% അതിന് മുകളിലും 8% മാത്രമേ കോൾഡ് വർക്ക് വരുന്നുള്ളൂ. അതും ചാൻസ് വളരെ വളരെ കുറവാണ്. റേഡിയോഗ്രാഫി പെർമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വർക്ക് കഴിയുമ്പോഴത്തേക്കുള്ള ടെസ്റ്റ് ഉണ്ട്. അത് സാധാരണ എക്സ്റേ ടെസ്റ്റ്, പൈപ്പ് ലൈൻ്റെയോ വെസലിൻ്റെയോ ഒക്കെ എക്സ്റേ ടെസ്റ്റ്, ടാങ്കിൻ്റെയൊക്കെ വരുന്നത്, അതല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ നടത്തുന്ന സ്കാനിങ്, ഇത്തരം റേഡിയേഷൻ ചാൻസസ് ഉള്ള വർക്കുകളാണ് റേഡിയോഗ്രാഫി പെർമിറ്റിൽ വരുന്നത്. അതവിടെ നിൽക്കട്ടെ, അതൊരു സൈഡിൽ നിൽക്കട്ടെ. കാര്യം റേഡിയോഗ്രാഫി പെർമിറ്റ് നമുക്ക് വലുതായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ ഈ 3 പെർമിറ്റിന് ആണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പെർമിറ്റ് എടുക്കേണ്ടതാരാണ്? രാവിലെ നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ ചെസ്സിക്കാരൻ ചെക്ക് ചെയ്യണം പെർമിറ്റ് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. പെർമിറ്റ് ഇപ്പോൾ ഹോട്ട് വർക്ക് പെർമിറ്റ് ആണെങ്കിൽ, അല്ല കോൾഡ് വർക്ക് ഏത് പെർമിറ്റ് ആയാലും സൂപ്പർവൈസർ പോയി, സൂപ്പർവൈസറാണ് പെർമിറ്റ് ഹോൾഡറെങ്കിൽ പുള്ളി തന്നെ പോകുന്നു. അതല്ലെങ്കിൽ പെർമിറ്റ് ഹോൾഡർ വേറെ ഉണ്ടെങ്കിൽ അയാൾ പോയി ഏരിയ അതോറിറ്റി ഓഫീസിൽ അല്ലെങ്കിൽ കൺട്രോൾ റൂമിൽ പോയിട്ട് പെർമിറ്റ് ചെക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. സൈൻ ചെയ്ത പെർമിറ്റുമായിട്ട് വരുന്നു, വർക്ക് തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ നോക്കാനുള്ള ഹോട്ട് വർക്ക് പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് റെഡ് കളറായിരിക്കും. ഹോട്ട് വർക്ക് പെർമിറ്റ് റെഡ് കളറിലായിരിക്കും. സാധാരണഗതിയിൽ ഹോട്ട് വർക്ക് പെർമിറ്റ് ഒരു ഷിഫ്റ്റ് മുതൽ 3 ദിവസം വരെ അനുവദിക്കാറുണ്ട്. പക്ഷേ അനുവദിച്ചു എന്നുള്ളത് കൊണ്ട് 3ാമത്തെ ദിവസം വരെ പെർമിറ്റ് ക്ലോസ് ചെയ്യാനുള്ള സമയം കാണിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് 3 ദിവസം ഡയറക്റ്റ് വർക്ക് ചെയ്യാമെന്നല്ല. ഓരോ ഷിഫ്റ്റ് 8 മണിക്കൂറാണ് ഒരു ഷിഫ്റ്റ്. ഒരു ദിവസം 8 മണിക്കൂറിൻ്റെ 3 ഷിഫ്റ്റ് വെച്ച് 3 ദിവസം. അപ്പോൾ ഓരോ ഷിഫ്റ്റിനും മുന്നോടിയായിട്ട് ഈ പെർമിറ്റ് സൈൻ ചെയ്തിരിക്കണം. ഓരോ ഷിഫ്റ്റും തീരുന്നതിന് മുന്നോടിയായിട്ട് പെർമിറ്റ് ക്ലോസ് ചെയ്യുകയും വേണം. പെർമിറ്റ് ക്ലോസ് ഔട്ട് എന്ന് പറയുന്നത് 15 മിനിറ്റ് മുന്നോടിയായിട്ട് വർക്ക് ഏരിയ ക്ലീൻ ആയിട്ട് നീറ്റായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് തുല്യമായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ ക്ലോസ് ഔട്ട് വേണം, പെർമിറ്റ് ക്ലോസ് ഔട്ട് ചെയ്യണം. അതിനുശേഷം വീണ്ടും അടുത്ത സൂപ്പർവൈസർക്കും അടുത്ത വർക്കിംഗ് ക്രൂവിനും, അതല്ല പുള്ളി തന്നെ തുടരുകയാണെങ്കിൽ ആ വർക്കിംഗ് ക്രൂ തന്നെ തുടരുകയാണെങ്കിൽ അത് കാണിച്ചുകൊണ്ടും ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ പിന്നെ ഒരു ഷട്ട് ഡൗണിനോ അല്ലെങ്കിൽ ടേൺ അറൗണ്ട് വർക്കിനും ഒക്കെ 3 ഷിഫ്റ്റ് ഒക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അത് ഷിഫ്റ്റ് ചേഞ്ചിൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ പെർമിറ്റ് റിസീവർ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യും. പക്ഷേ 3 ദിവസത്തേക്കാണ് ഹോട്ട് വർക്ക്. ഓരോ ഷിഫ്റ്റിനും നമ്മൾ പെർമിറ്റ് സൈൻ ചെയ്യണം. അത് ഓർമ്മ വെച്ചിരിക്കുക. റെഡ് കളറാണ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കോൾഡ് വർക്കിന് ബ്ലൂ കളറാണ്. അത് 7 ദിവസം മുതൽ സാധാരണഗതിയിൽ 7 ദിവസം വരെയാണ് അനുവദിക്കുന്നത്. ഈ 7 ദിവസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഫുള്ള് വർക്ക് ചെയ്യുന്നതിനല്ല, ഒരു ദിവസത്തെ ഒരു ഷിഫ്റ്റ് 8 മണിക്കൂറാണ്. അപ്പോൾ അങ്ങനെ 3 ദിവസം 3 ഷിഫ്റ്റ് വെച്ച്, ഒരു ദിവസം 3 ഷിഫ്റ്റ് വെച്ച് 7 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് പെർമിറ്റ് എഴുതാമെന്നേ ഉള്ളൂ. പെർമിറ്റ് അനുവദിച്ചിട്ടില്ല. അനുവദിക്കുന്ന ഒരു ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നതിന് മാത്രമാണ്. ആ ഷിഫ്റ്റിൽ തീർന്നില്ലെങ്കിൽ അടുത്ത ഷിഫ്റ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് പോവുക, അതല്ലെങ്കിൽ ക്രൂ മാറിയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ റെഡ് ഹോട്ട് വർക്കും ബ്ലൂ കോൾഡ് വർക്കുമാണ്. റേഡിയോഗ്രാഫിയുടെ പിന്നെ പെയിൽ യെല്ലോ കളറാണ്, ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള പെർമിറ്റാണ്. റേഡിയോഗ്രാഫിക്ക് ഈ പറയുന്ന കണക്ക് ഒരു ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ 7 ദിവസത്തേക്കോ ഒന്നുമില്ല. ഒറ്റ വർക്കിന് വേണ്ടി മാത്രമാണ് പെർമിറ്റ് നൽകുന്നത്. ഒരൊറ്റ വർക്കിന്. അത് ചിലപ്പോൾ 1 മണിക്കൂറാവാം, അതല്ലെങ്കിൽ 5 മണിക്കൂറാവാം. അത് എങ്ങനെ ആയാലും ഒരു ഷിഫ്റ്റിനകത്ത് ഒരൊറ്റ വർക്ക്, ആ ഒരു വർക്ക് അതിനകത്ത് വെച്ച് വർക്ക് ഫിനിഷ് ചെയ്യണം. അതല്ല ഫിനിഷ് ആയില്ല എന്നുണ്ടെങ്കിൽ പുതിയ പെർമിറ്റ് എഴുതി പുതിയ പെർമിറ്റ് എടുക്കണം. ഒന്നേന്നും പറഞ്ഞ് എഴുതിയെടുക്കണം. മറ്റത് എഴുതുന്നത് ഒറ്റ പെർമിറ്റിൽ എഴുതാം.
ഹോട്ട് വർക്ക് 3 ദിവസത്തേക്കും കോൾഡ് വർക്ക് 7 ദിവസത്തേക്കും എഴുതാം. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അന്നേരം പിന്നെ ഈ പറയണ ഹോട്ട് വർക്കും കോൾഡ് വർക്കും മാത്രമേ ഉള്ളെങ്കിൽ പലയിടത്തും 5 പെർമിറ്റ് 5 തരം പെർമിറ്റ് ഉണ്ടല്ലോ, വർക്ക് അറ്റ് ഹൈറ്റ് പെർമിറ്റിനകത്തല്ലേ വരുന്ന, ചിലയിടത്ത് 7 പെർമിറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ ഇലക്ട്രിക്കൽ പെർമിറ്റിനകത്ത് വരുന്നതല്ലേ. അല്ല, അതൊക്കെ അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റുകളാണ്. കാര്യം ഈ വർക്കുകളെല്ലാം വർക്ക് അറ്റ് ഹൈറ്റ് ആവട്ടെ, ഡീപ്പ് എക്സ്കവേഷൻ ആവട്ടെ, ഇലക്ട്രിക്കൽ ആവട്ടെ, അങ്ങനെയുള്ള ഏത് വർക്കും ഒന്നുകിൽ ഹോട്ട് വർക്ക് തന്നെ ആയിരിക്കും, ഒന്നുകിലല്ല 90% ഹോട്ട് വർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് പിന്നെ ഹോട്ട് വർക്ക് പെർമിറ്റിന്റെ കൂടെ വരുന്ന അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റുകളായിട്ടാണ് വരുന്നത്. ഏതൊക്കെയാണ്? കൺഫൈൻഡ് സ്പേസ് എൻട്രി, വർക്ക് അറ്റ് ഹൈറ്റ്, ഇലക്ട്രിക്കല്, ഐസൊലേഷൻ, ഡീപ്പ് എക്സ്കവേഷൻ തുടങ്ങിയ എല്ലാം, ലിഫ്റ്റിങ്ങിൽ തന്നെ ക്രിട്ടിക്കൽ ലിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ അതിപ്പോ 10 ടണ്ണിന് മുകളിലാണെങ്കിൽ ക്രിട്ടിക്കൽ ലിഫ്റ്റിംഗ്, അല്ലെ ടാൻഡൻ ലിഫ്റ്റിംഗ് ഉണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ലിഫ്റ്റിംഗ്. അപ്പൊ അങ്ങനെയുള്ളത് ഇതെല്ലാം അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റുകളാണ്. അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയാൻ പെർമിറ്റിന്റെ കൂടെ വെച്ചിരിക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റിന്റെ കൂടെ JSA അല്ലെങ്കിൽ JHA വേണം, ജോബ് അസാർട്ട് അല്ലെങ്കിൽ അസസ്മെന്റ് വേണം, അനലൈസേഷൻ വേണം, പിന്നെ റിസ്ക് അസസ്മെന്റ് വേണം, പിന്നീട് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ ഏതൊരു വർക്കും ചെയ്യുന്നതിന് പലതരം മെത്തേഡുണ്ട്. ഇപ്പോൾ ഏതൊരു വർക്ക് നമുക്കിപ്പോൾ 3-4 മെത്തേഡിൽ ആ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം. പക്ഷേ ക്ലയന്റ് അനുവദിച്ചിട്ടുള്ളൊരു മെത്തേഡുണ്ട്, അവർക്ക് സേഫായിട്ട് തോന്നിയ ക്ലയന്റിന്റെ HSE പോളിസിക്കും പ്ലാനിനും അനുസരിച്ചുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡിലെ വർക്ക് ഫിനിഷ് ചെയ്യാവും. അതിനെയാണ് മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് മെത്തേഡ് സ്റ്റേറ്റ്മെന്റിന് അത് കൃത്യമായിട്ട് കാണിച്ചിരിക്കും. അപ്പോൾ അതിനകത്ത് വർക്ക് സൈറ്റ് സൂപ്പർവൈസർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫോർമാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് സ്റ്റേറ്റ്മെന്റും പിന്നീട് അത്യാവശ്യമുള്ള ചെക്ക് ലിസ്റ്റുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ക്രെയിനെങ്കിൽ ക്രെയിൻ, അതല്ല മറ്റ് പിന്നെ വർക്ക് അറ്റ് ഹൈറ്റ് ആണെങ്കിൽ അതിനകത്ത് ചെക്ക് ചെയ്യാനുള്ള ചെക്ക് ലിസ്റ്റ്, ഇതെല്ലാം കൂടെ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മളൊരു PTW ഒരു പെർമിറ്റ് എന്ന് പറയുന്ന ഒരു ഫയൽ ചെയ്ത് സൂപ്പർവൈസറാണ് ഇത് സൂക്ഷിക്കേണ്ടത്, വർക്ക് സൈറ്റ് സൂപ്പർവൈസർ. അതായത് ആ പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന ആൾ. പെർമിറ്റ് വേണം, പെർമിറ്റിന്റെ കൂടെ അസോസിയേറ്റഡ് സർട്ടിഫിക്കറ്റുകൾ വേണം, അതിൻ്റെ കൂടെ JSA വേണം, റിസ്ക് അസസ്മെന്റ് വേണം, മെത്തേഡ് സ്റ്റേറ്റ്മെന്റ് വേണം, മറ്റെന്തെങ്കിലും സ്പെഷ്യൽ പ്രിക്കോഷൻസ് ഉണ്ടെങ്കിൽ അത്, ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത്, ചെക്ക് ലിസ്റ്റുകൾ, ഈ ഇത്രയും ഒരു ഫയലായിട്ട് പുള്ളി എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ പെർമിറ്റിന് ഒരു മെയിൻ പെർമിറ്റും അതിന് 2 കോപ്പിയുമായിരിക്കും, 3 ഷീറ്റാണ്. അപ്പോൾ അതിൽ ഒന്ന് പിന്നെ പെർമിറ്റ് സൈൻ ചെയ്യുന്ന ഏരിയ അതോറിറ്റിയുടെ കയ്യിലും, ഒന്ന് പെർമിറ്റ് കൺട്രോളറുടെ കയ്യിലും, ഒന്ന് വർക്ക് സൈറ്റ് സൂപ്പർവൈസറുടെ കയ്യിലുമാണ്. ഒറിജിനല് വർക്ക് സൈറ്റ് സൂപ്പർവൈസർക്ക് സൈൻ ചെയ്ത് സൈറ്റിൽ സൂക്ഷിക്കാനായിട്ട്, എപ്പോഴും ഈ ഫയലിൻ്റെ കൂടെ സൂക്ഷിക്കാനായിട്ട്, വർക്ക് നടക്കുന്ന എല്ലാ സമയത്തും ഈ ഫയല് ഞാൻ ഈ പറഞ്ഞ അസോസിയേറ്റഡ് ഡോക്യുമെന്റ്സ് അടക്കം പെർമിറ്റ് സൈറ്റിൽ സൂക്ഷിച്ചിരിക്കണം. പിന്നെ ഒരു കോപ്പി ഏരിയ അതോറിറ്റിയുടെ കയ്യിൽ കാണും, ഒരു കോപ്പി പെർമിറ്റ് അതോറിറ്റിയുടെ കയ്യിൽ കാണും. ഇതെന്തിനാണെന്ന് വെച്ചാൽ അവര് സിസ്റ്റത്തിൽ ഉൾക്കൊള്ളിച്ചും കൺട്രോൾ റൂമിലുള്ള സിസ്റ്റത്തിലൂടെയും ബാക്കി എല്ലാ ആ പ്രോജക്റ്റിന്റെ വർക്കുകൾ നടക്കുന്ന എല്ലാ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിലും ഓതറൈസ്ഡ് കേന്ദ്രങ്ങളിലും അതോറിറ്റീസിനെയും ഇൻഫർമേഷൻ കിട്ടും, ഇന്ന വർക്ക് ഇന്നടത്ത് നടക്കുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും അത് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള വർക്കുകൾ അവിടെ കണക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിയർ ബൈ ആയിട്ടോ നടന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള റിസ്കുകളെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പെർമിറ്റ് വർക്ക് സിസ്റ്റത്തിന്റെ സ്കോപ്പും ആവശ്യകതയും. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയെന്ന് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ അടുത്ത സബ്ജക്റ്റ് എന്താണ് ഹോട്ട് വർക്ക് എന്നുള്ളത്, എന്തൊക്കെയാണ് ഹോട്ട് വർക്ക് പ്രിപ്പറേഷൻസ് എന്നുള്ളത്. Full hot work preparation on the site. So stay tuned and be with Magic Mushroom.
എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു പാർട്ടും മിസ്സാകാതെ കാണണം. ഞാൻ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ പാർട്ടുകളൊന്നും മിസ്സാകരുത്. സോ സബ്സ്ക്രൈബ് ചെയ്യണം. ഹോട്ട് വർക്കും എന്താണ് ഹോട്ട് വർക്ക് എന്നുള്ളത്, ഹോട്ട് വർക്ക് പ്രിപ്പറേഷൻസും നമുക്ക് 2 ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോയിൽ കാണാം, പാർട്ട് നമ്പർ 9. അതുവരേക്കും ബൈ.